ഓണസദ്യ നല്ല രുചിയോടൊപ്പം ആരോഗ്യവും കാലറിയും ബാലൻസ് ചെയ്തിട്ട് എങ്ങനെ കഴിക്കാൻ നോക്കിയാലോ? സദ്യയിൽ നമ്മൾ വിളമ്പുന്ന ഓരോ വിഭവങ്ങൾക്കും പല ആരോഗ്യ ഗുണങ്ങളും ഉണ്ട്. സദ്യയിൽ നമ്മൾ വിളമ്പുന്ന പരിപ്പ് കറി, സാമ്പാറ്, കൂട്ടുകറി ഇതെല്ലാം നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അവിയലിക്ക് വരികയാണെങ്കിലോ അത് നല്ലൊരു ഫൈബർ സോഴ്സ് ആണ്. എല്ലാ വെജിറ്റബിൾസും മിക്സഡ് വെജിറ്റബിൾസ് അടങ്ങിയോണ്ട് തന്നെ അത് നല്ലൊരു ഫൈബർ സോഴ്സ് ആണ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് റിച്ച് കൂടി. ആളൻ, പച്ചടി, പുളിശ്ശേരി ഇതൊക്കെ നമ്മൾ തൈര് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അതായത് തൈര് പ്രോബയോട്ടിക് ആയതുകൊണ്ട് തന്നെ ഗട്ട് ഫ്രണ്ട്ലി ആണ്. നമ്മളെ ഡയജഷൻ ഇംപ്രൂവ് ചെയ്യാനും നമ്മളെ ദഹനം കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആവാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളെ ഓലനിക്ക് വരികയാണെങ്കിലോ അതൊരു പ്രോട്ടീൻ സോഴ്സ് ആണ്. അതേപോലെ തന്നെ അത് നമ്മളെ ഡയജഷൻ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ തോരൻക്ക് വരുമ്പോൾ അത് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫൈബർ റിച്ച് ആണ്. അതേപോലെ തന്നെ നമ്മൾ കോക്കനട്ട് ആഡ് ചെയ്യും അല്ലെ. സോ കോക്കനട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കോക്കനട്ട് ഒരു ഹെൽത്തി ഫാറ്റ് സോഴ്സും കൂടിയാണ്. നമ്മളെ സദ്യയെ ഏറ്റവും രുചികരമാക്കുന്ന നമ്മുടെ രസം അല്ലെ, നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള രസം. ഇത് നമുക്കൊരു ഡൈജഷൻ ബൂസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ സദ്യ കഴിക്കുമ്പോൾ അതിൽ പായസം, പപ്പടം, ചോറ് ഇതെല്ലാം പിന്നെ നമ്മൾ ഈ വിഭവങ്ങളും അടങ്ങിയിരിക്കുമ്പോൾ ഇതിൽ ഏകദേശം 1500ഓളം കാലറി ഉണ്ടാവും. പക്ഷേ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് റൈസിന്റെ ക്വാണ്ടിറ്റി കുറച്ച് നമ്മൾ എല്ലാ വിഭവങ്ങളുടെയും ക്വാണ്ടിറ്റി കൂട്ടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് കാലറി ബാലൻസ് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മൾ പായസം കുടിക്കുമ്പോൾ മിതമായി മോഡറേഷനിൽ കുറച്ച് എമൗണ്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാലറി ബാലൻസ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ നമുക്ക് എല്ലാ ഹെൽത്ത് ബെനിഫിറ്റ്സും കിട്ടുന്നതായിരിക്കും. ഓണത്തിന് നമുക്ക് സദ്യയോടൊപ്പം സന്തോഷവും ആരോഗ്യവും സെലിബ്രേറ്റ് ചെയ്യാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.